ഈ ഒരു വീഡിയോ ഇലക്ട്രിക്കൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ചാർജിങ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു EV മേടിക്കുമ്പോൾ നമുക്ക് മേടിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ചാർജിങ് എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് വരുന്നത് ലെവൽ 1 AC എന്ന് പറയുന്ന ചാർജിങ് ആണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാർജറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രിഡിൽ നിന്ന്, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ KCBയിൽ നിന്ന് നമ്മൾ സപ്ലൈ എടുക്കുന്നത് 120 240, യൂഷ്വലി 240 വോൾട്ട് സപ്ലൈ ആയിരിക്കും നമ്മൾ സിംഗിൾ ഫേസിൻ്റെ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ 13 to 16 ആമ്പിയറൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഗ്രിഡിൽ നിന്ന് ഈ കറണ്ട് വലിക്കുന്നത്. അപ്പോൾ അത് ചാർജിങ് കേബിൾ ത്രൂ EVയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സ്ലോ ആണ്, പക്ഷെ നമുക്ക് പോർട്ടബിളാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. എവിടെയും നമുക്ക് ചുമ്മാ ജസ്റ്റ് പ്ലഗ് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ, പക്ഷേ കുറേ ടൈം എടുക്കും. അപ്പോൾ 1 കിലോ വാട്ട് റേഞ്ചിലുള്ള പവർ ഉള്ള സാധനങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ചാർജിങ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെ ലെവൽ 1 എന്ന് വിളിക്കും. പിന്നെ വരുന്നത് ലെവൽ 2 AC ആണ്. ലെവൽ 2 AC കുറച്ചും കൂടി വോൾട്ടേജ് ഓൾമോസ്റ്റ് 240 വോൾട്ട് നമ്മുടെ സിംഗിൾ ഫേസ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ കറണ്ട് കുറച്ച് ഹയർ റേറ്റിംഗ് ആണ്. 32 to 40 ആമ്പിയർ കറണ്ട് വലിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ വയറിങ് നമുക്ക് ഒരു വയറിങ് പോലെ ചെയ്ത് വെക്കണം, അതായത് പെർമനൻറ്റ് രീതിയിൽ ചെയ്ത് വെക്കണം. ഇപ്പോൾ നിങ്ങൾ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും KCBയുടെ നമ്മുടെ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ ചാർജിങ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ലെവൽ 2 റേഞ്ചിലാണ്. അത് 11 to 22 കിലോ വാട്ട് വരെ അതിൻ്റെ റേറ്റിംഗ് ഉണ്ട്. നമുക്ക് ചാർജിങ് ടൈമാണ് ഏതൊരു EVയുടെയും പ്രധാന പ്രശ്നം. അപ്പോൾ ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ വഴികൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ 1 ലെവൽ 2 അല്ല AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്തുള്ള ചാർജിങ് ആണ്. ഇപ്പം നമ്മൾ DC കറണ്ട് എത്തിച്ച് അതുവഴി ചാർജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സ്പീഡിൽ ചാർജിങ് പോസിബിൾ ആക്കുന്ന ഇത്. കാരണം അതിൽ ഡയറക്റ്റ്ലി നമ്മുടെ EV ബാറ്ററിയിലേക്ക് കറക്റ്റായിട്ട് ചാർജ് കയറി പോകുന്നു. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായും വരുന്നത് ലെവൽ 2 DC ചാർജിങ് ആണ്. അപ്പോൾ 20 to 25 കിലോ വാട്ട് റേഞ്ചുള്ള ഒരു മോട്ടർ അല്ലെങ്കിൽ അതിന് ഒരു പവർ വലിക്കുന്ന ഒരു വെഹിക്കിളിനൊക്കെ ആയിരിക്കും യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ രണ്ടിലും ഇത് വരാറുണ്ട്. AC ചാർജിങ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കൺവെർട്ടേഴ്സാണ്, അതായത് ബിൽഡിനായിട്ടുള്ള ഒരു കൺവെർട്ടർ. അതായത് നമുക്ക് ഇതിൽ ബാറ്ററിയിലേക്ക് അൾട്ടിമേറ്റ്ലി DC കറണ്ടാണ് ചെല്ലേണ്ടത്. അപ്പോൾ AC to DC റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ബ്ലോക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ DC കറണ്ടാണ് നമ്മുടെ ചാർജിങ് കേബിൾ വഴി കയറി പോകുന്നത്. മറ്റേ AC കറണ്ട് പോയിട്ട് നമ്മുടെ ഓൺ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ EVയുടെ അകത്തുള്ള ചാർജ് ഇതിൻ്റെ അകത്ത് കൺവെർട്ട് ആകുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടൈപ്പ് ചാർജിങ്ങിൽ DC കറണ്ടായിട്ടായിരിക്കും നമ്മുടെ കാറിലേക്ക് ചെല്ലുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന ലെവൽ 3 DC ചാർജിങ് ആണ്. കുറച്ചും കൂടി DCFC ഫാസ്റ്റ് ചാർജേഴ്സ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർ ചാർജേഴ്സ് എന്ന് വിളിക്കുന്ന സാധനം. DCFC എന്ന് വിളിക്കാറ് പോലും, DC ഫാസ്റ്റ് ചാർജേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. അത് 50 കിലോ വാട്ട് മുതൽ 1 മെഗാവാട്ട് ആ റേഞ്ച് വരെയൊക്കെ ഇതിൻ്റെ റേഞ്ച് പോകാറുണ്ട്. അതിൻ്റെ അകത്ത് 20, 30 കിലോ വാട്ട്, 60 കിലോ വാട്ട് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലോക്കുകളായിട്ടായിരിക്കും ഇത് തരംതിരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ നമ്മുടെ KCBയുടെ ഒക്കെയുള്ള സ്റ്റേഷൻസിലൊക്കെ ചിലപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 അവർ വെച്ചൊക്കെ ഫുൾ ചാർജ് ആവാറുണ്ട്. നമ്മളിതേപോലത്തെ ഫാസ്റ്റ് ചാർജിങ് ഇങ്ങനത്തെ ടൈപ്പ് വാട്ടർ മെട്രോ സ്റ്റേഷൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എറണാകുളത്തൊക്കെ ഉള്ള. അപ്പോൾ അവിടെയൊക്കെ ഒരു 20 മിനിറ്റ്സിൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ്, അതിൻ്റെ ഒരു അൽഗോരിതം കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എങ്കിലും ബേസിക്കലി ഇങ്ങനത്തെ ഫാസ്റ്റ് ചാർജിങ് ആണ് അതിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ യൂസ് ചെയ്യുന്ന കണക്റ്റേഴ്സിൻ്റെ ഒരു സിമ്പിൾസാണ് കാണിച്ചേക്കുന്നത്. പ്ലസ് മൈനസ് എർത്ത്, പിന്നെ അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം കൂടിയിട്ടാണ് ലെവൽ 1 J1772 കണക്ടർ. ലെവൽ 2 അതേപോലത്തെ കണക്ടർ തന്നെ AC ടൈപ്പിൽ. DC ഫാസ്റ്റ് ചാർജിങ്ങിൽ അതിൻ്റെ കണക്ടർ CCS കണക്ടറാണ് വരുന്നത്, അല്ലെങ്കിൽ ഷാഡെമോ ടൈപ്പ് കണക്ടേഴ്സാണ് വരുന്നത്. പിന്നെ ടെസ്ലയുടെയൊക്കെയുള്ള കണക്ടേഴ്സിന് അതിൻ്റെയൊക്കെ വേരിയേഷൻസാണ് കാണുന്നത്. അതിൻ്റെ അകത്തുള്ള വേരിയേഷൻസ്, അതിൻ്റെ പിന്നിൻ്റെ വേരിയേഷൻസ് ഇതിൽ കാണാം.
അപ്പോൾ SIJ1772 എന്നുള്ളത് ലെവൽ 1 ആൻഡ് ലെവൽ 2 ആണ് യൂസ് ചെയ്യുന്നത്. ഷാഡമോ കുറച്ചും കൂടി ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ്, അതൊക്കെ ഒരു അൽഗോറിതംസ് ആണ്. അതിൻ്റെ കണക്റ്റേഴ്സും അതനുസരിച്ച് വേരിയേഷൻ വരും. അപ്പോൾ ജപ്പാൻ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജി, ജപ്പാനിലെ ഓട്ടോമേക്കേഴ്സ് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. അപ്പോൾ ഇത് DC ചാർജിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടെസ്ലയുടെ EVക്ക് വേണ്ടി J3400 ടെസ്ല NACS കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ബൈ ഡയറക്ഷണൽ EV ചാർജർ എന്ന് പറഞ്ഞത്. അതായത് ഇതിൽ വേറൊന്നുമല്ല, നമ്മൾ നോർമലി EVയുടെ അകത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ കുത്തുന്നത്. എന്നാൽ ചാർജിങ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്ന ഒരു EVയുടെ ബാറ്ററി എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ട് അതിനെ തിരിച്ച് AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് തിരിച്ച് ഉപയോഗിക്കാനുള്ള സാധ്യതയും കൂടി നിലനിൽക്കുന്നതിനാൽ ഇങ്ങനത്തെ ചില ടെക്നോളജീസും കൂടി ഭാവിയിൽ കണ്ടേക്കാം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു ചാർജിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ദിശകളിലേക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവാം എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഗ്രിഡിൽ നിന്ന് AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് വരുന്നത്, അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മുടെ EVക്ക് ആവശ്യമുള്ള DC ഉള്ള രീതിയിലേക്ക് ആക്കിക്കൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും എമർജൻസി കണ്ടീഷനിൽ ഈ EVയുടെ അകത്തുള്ള ബാറ്ററിയിൽ നിന്ന് DC എടുത്തുകൊണ്ട് അതിനെ AC ആക്കിയതിന് ശേഷം നമ്മുടെ തിരിച്ച് ഗ്രിഡിലേക്ക് വിടുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്റ്റാൻഡേർഡ്സ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നമ്മളെങ്ങനെ KCBയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടറേറ്റ് പ്രകാരം എങ്ങനെ ഇവിടുത്തെ ചാർജിങ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ റെഫറൻസ് ആയിട്ട് കാണാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാം.